മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. ഇത് ആര് പാടിയാന്നറിയാലോ, ഏത് പാർട്ടിക്കാരാന്നറിയാലോ. അപ്പോൾ ഒരിക്കലും നിങ്ങളൊന്നും ഇത് പറയാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ചാൽ, നല്ല നിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം ഭരണം ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിംസ് ക്രിസ്ത്യൻസ് എല്ലാവരും ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായി നിന്നിട്ട് നിങ്ങളെ ഏൽപ്പിച്ച് ആ 10 വർഷം നിങ്ങൾ എന്ത് നല്ല ഭരണമാണ് ഈ നാടിന് കാഴ്ചവെച്ചത്. അത് പറഞ്ഞിട്ടായിരിക്കണം നിങ്ങളുടെ വോട്ട് പിടുത്തം. അത് പറഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ വോട്ട് പിടിക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ഈ ഇലക്ഷൻ ടൈം വരുമ്പോൾ BJP-ക്കാർക്ക് ഹിന്ദുക്കൾ വോട്ട് ചെയ്യണം, അല്ലാണ്ട് മുസ്ലിം ലീഗിനൊക്കെ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നും ഇവിടെ വരാൻ പാടില്ല. കാരണം കഴിഞ്ഞ ഇലക്ഷനും അതിന് മുമ്പത്തെ ഇലക്ഷനൊക്കെ ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർ ഇന്നും ഇന്നലെ പൊട്ടിമുളച്ചോന്നല്ലല്ലോ, അതിന്റെ മുമ്പുണ്ടായിരുന്ന ആൾക്കാരല്ലേ. എന്താ അപ്പോഴൊന്നും നിങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? നിങ്ങളെടുത്ത് നിന്നിപ്പോ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ വോട്ട് ചോർന്ന് പോയപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത്. ഈ ഹിന്ദുക്കളൊക്കെ BJP-ക്ക് വോട്ട് ചെയ്യണ്, മുസ്ലിങ്ങളൊക്കെ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യണെന്ന് നിങ്ങൾ അപ്പോഴാണ് അറിഞ്ഞത്. അല്ല, അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണം, സംതിങ് ഫിഷി. നിങ്ങൾ നല്ല ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭരണത്തിന്റെ മികവ് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് അതും പറഞ്ഞിട്ട് വോട്ട് പിടിക്കണം. അത് ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇങ്ങനെ വോട്ട് ചോരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മനുഷ്യന്മാരൊക്കെ ഇപ്പൊ പണ്ടത്തെ മാതിരിയൊന്നല്ല. ടെക്നോളജി എല്ലാവർക്കും അപ്പപ്പോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റീലും ഷോർട്ടും വീഡിയോസും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കില്ല. പഴയ കാലമൊന്നല്ലല്ലോ. അപ്പോൾ ജനങ്ങളും കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ വെച്ചിട്ട് അതിനെ കുറിച്ച് പഠിക്കാൻ തുടത്തി എന്താ ചെയ്യേണ്ടെന്ന് അവർക്കും തോന്നിക്കാണും. അപ്പൊ ചിലപ്പോ വോട്ടും മരണവും കാണും. അപ്പോൾ അത് കണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ വേർതിരിവ് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ലല്ലോ, അല്ലേ? കാരണം 10 വർഷം നിങ്ങൾക്ക് കിട്ടിക്കണത് ചില്ലറൊന്നുമല്ല. 10 വർഷം കേരളത്തിൽ കിട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു വലിയ പുൻതൂവൽ നിങ്ങൾക്ക് വിരിയിക്കാണ്ടായിരുന്നൊരു സമയം. എന്നിട്ട് ഒരു കോടവും ചെയ്ത് വെച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് അവർ അങ്ങോട്ട് വോട്ട് ചെയ്യണം, ഇവർ ഇങ്ങോട്ട് വോട്ട് ചെയ്യണം. എന്തോന്നാ അത്? ഒന്ന് മാറ്റി ചിന്തിച്ചൂടെ?